മറ്റു ചില ആളുകൾ എന്തിനാണ് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി അവിടെ നിന്ന് കുറേ പട്ടാളക്കാരെ പിൻവലിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീടുണ്ടായ നടപടികളെ പോലും ചില ഹൈന്ദവ സ്വാമിമാർ തന്നെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള നടപടികളെ പോലും സിന്ധു നദിയിൽ നിന്ന് ജലം കൊടുക്കുന്ന കരാർ നിർത്തലാക്കിയെന്ന് ഗവൺമെൻറ് പറയുന്നു. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ അത് ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. പക്ഷേ അതിൻ്റെ പ്രായോഗികമായ പ്രശ്നങ്ങളെ ചില സ്വാമിമാർ പോലും ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഒരു സംവിധാനം നമുക്കുണ്ടോ എന്ന് വിദഗ്ധരോട് ചോദിച്ച് അത് പത്രക്കാരുടെ മുമ്പിൽ വിശദീകരിച്ച പ്രധാനപ്പെട്ട ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ നദിയിൽ നിന്ന് വെള്ളം തടഞ്ഞു വെക്കാൻ നമുക്ക് അടുത്തൊന്നും സാധ്യമല്ല. അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ 20 കൊല്ലെങ്കിലും ആവശ്യമായി തീരുന്നതാണ്. എത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലും ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവരെ ഇല്ലാതെയാക്കേണ്ടതുണ്ട്, അവരെ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. കാർഗിൽ കയ്യേറിയ സമയത്ത് ധീരമായി ഇന്ത്യൻ പട്ടാളം അവരെ തോൽപ്പിച്ചോടിച്ചത് നമ്മുടെ മുമ്പിൽ അഭിമാനപൂർവ്വം എപ്പോഴും ഓർക്കാൻ പറ്റും വിധം നിലനിൽക്കുന്നുണ്ട്. ആ ഓർമ്മകൾ പോലും നമ്മളെ തരളിതരാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും കാശ്മീരിലെ പച്ച മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം.